ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. ഗോതമ്പ് പൊടി കൊണ്ട് ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അതിനായി ചൂടായ പാനിലേക്ക് 1/2 കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോഴേക്കും ശർക്കര പാനി തയ്യാറാക്കാനായി വെക്കാം. 1 കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് പാൻ റെഡിയാക്കാനായി വെക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഹോം മെയ്ഡായിട്ട് ഇതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം, എന്നാൽ കളറൊന്നും ചേഞ്ച് ആകുകയും ചെയ്യരുത്. ഇപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് തണിയാനായി മാറ്റി വെക്കാം. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ 1/4 കപ്പ് വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിനായി ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് 1 നുള്ളു ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര പാനിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. ഇതിന് ശേഷം ശർക്കരപ്പാനി കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ മൊത്തം ശർക്കരപ്പാനിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വെള്ള എള്ളാണ് ചേർത്തിട്ടുള്ളത്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തത്. നിങ്ങൾക്കിത് താല്പര്യമില്ലെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്തേക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു മാവാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. എന്നാൽ അത് നല്ല ഒരു ഷേപ്പായിട്ട് കിട്ടും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുകയുമില്ല. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലല്ല, സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറം വശം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയാണിത്. ഇതിങ്ങനെ നമ്മൾ സ്ലോ ഫ്ലെയിമിലൊക്കെ ആക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെയൊക്കെ ഇത് ഒന്നും കേടുകൂടാതിരിക്കും. നമ്മുടെ തേങ്ങയൊക്കെ ഡെസിക്കേറ്റഡ് ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് തണിഞ്ഞ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. റവ ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. നമുക്കിത് എയർ ടൈറ്റഡായ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് എത്തും. 1 മാസമൊക്കെ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു പോകും. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ഭാഗം കുറച്ചൊന്ന് കുക്കായതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതും സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് കുറച്ച് സമയം എടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പിയായി നന്നായിട്ട് മൊരിഞ്ഞു. സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.